അതൊന്നും ചെയ്യാത്ത ഒരു പുരുഷനെ ക്രൂശിക്കുക പറഞ്ഞാൽ അത് സമൂഹത്തിന് നല്ലതല്ലല്ലോ. അപ്പൊ ഈ റീലൊരു സന്ദേശം കൂടെയാണ്. ടച്ച് ചെയ്താൽ ഞങ്ങൾക്ക് വരെ സോഷ്യൽ മീഡിയയിലില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും പറ്റും. നമസ്കാരം, ഞാൻ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് റീൽ ഗ്യാങ് മണ്ണാർക്കാട് എന്ന കൂട്ടായ്മയുടെ അടുത്താണ്. നമുക്കറിയാം, മണ്ണാർക്കാട് അല്ലെങ്കിൽ കേരളമാകെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ബസ്സിൽ വെച്ച് യുവതിയുടെ വീഡിയോ ചിത്രീകരണവും അതുമായിട്ട് സംഭവിച്ച പല കാര്യങ്ങളും നമുക്കറിയാം, കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റീൽ ഗ്യാങ് മണ്ണാർക്കാടിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അസ്ലം മച്ചു നമ്മോടൊപ്പം ഉണ്ട്, റീൽ ഗ്യാങ്ങിന്റെ എഡിറ്ററും അതുപോലെ തന്നെ അത് കോർഡിനേറ്ററുമായ അസ്ലം മച്ചു ആണ് എന്ന് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ഈ വീഡിയോ ചിത്രീകരിക്കേണ്ട ഒരു കാരണം? ഞങ്ങൾ ഏകദേശം 2 വർഷമായിട്ട് സമകാലിക വിഷയങ്ങൾ അതുപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള റീൽസുകളൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ്. ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന്റെ ശേഷം ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചത്. അത് അന്ന് തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതെ 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 അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അത് വെച്ചുകൊണ്ടുള്ളൊരു ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരു പുരുഷൻ അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു ഇതിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങളത് ചെയ്തു, വളരെ നന്നായിട്ടത് ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു. നമുക്കറിയാം, അതിൽ അഭിനയിച്ച ഇക്കാന്റെ പേരെന്തായിരുന്നു? നാസർ. അതിൽ അഭിനയിച്ച ഒരാളായിരുന്നു നാസർ എന്ന് പറയുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ആള്. എങ്ങനെയാണ് അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റ് റിയാലിറ്റി പോലെ തോന്നുന്നുണ്ട്? എങ്ങനെയാണത്? അല്ല, ഞങ്ങളിപ്പോ സമകാലീന പരിപാടികൾ ഇങ്ങനെ സംഭവിച്ചത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ അച്ഛൻ ഞങ്ങളും ഇവിടെ തീരുമാനിച്ചു ഇങ്ങനെ ഒരെണ്ണം ചെയ്യാന്ന്. അങ്ങനെ വന്നു, അതിനുള്ള സന്ദർഭം കിട്ടി. അപ്പൊ അവൻ പറഞ്ഞ മാതിരി നമ്മളത് ചെയ്തു. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ആ ബസ്സിൽ മുന്നിലുണ്ടായിരുന്ന ഒരാളാണ് കവിത ചേച്ചി. എങ്ങനെയാണ് അത് ആ ഒരു വിഷയത്തെ, ഇപ്പൊ സ്ത്രീകളെ ഈ വീഡിയോ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒന്നും ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിനെയാണല്ലോ ക്രൂശിക്കപ്പെട്ടത്. അപ്പോൾ അതിനെതിരെ ഒരു പുരുഷന്മാരും തെറ്റുകാരല്ലാന്ന് കാണിക്കണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ പ്രതികരിച്ചതിന് ശേഷം വീണ്ടും ഒരു പുരുഷൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കത് സപ്പോർട്ട് നിൽക്കാമായിരുന്നു ആ സ്ത്രീക്ക്. അതൊന്നും ചെയ്യാത്ത ഒരു പുരുഷനെ ക്രൂശിക്കുക പറഞ്ഞാൽ അത് സമൂഹത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ ഈ റീലൊരു സന്ദേശം കൂടെയാണ്. പെട്ടെന്ന് രാവിലെയാണ് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് വന്നു, അതൊരു അഭിനയിക്കാൻ പറ്റി. എന്തായാലും എന്നോടൊപ്പം ഉള്ളത് ഇവരുടെ റീൽ ഗ്യാങ്ങിലെ ആളുകളാണ്. നമുക്ക് അവരോട് പരിചയപ്പെടാം. എന്താണ് പേരെന്തായിരുന്നു? ചന്ദ്രൻ മണ്ണാർക്കാട്. ജാഫർ. ജലീൽ മണ്ണാർക്കാട് ഇന്ന് ആദ്യമായി റീൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഗ്യാങ്ങാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയാണ് അതിലേക്ക് വന്നിട്ടുള്ള എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? അത് ഫസ്റ്റ് നമ്മളെ കലാമണ്ഡലത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തത്. അതങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കയറി കൊളുത്തി. പിന്നീട് അങ്ങോട്ട് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ റീലുകൾ എടുക്കൽ തുടങ്ങി. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ദിവസേന പോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. നമുക്കറിയാം, ഞായറാഴ്ചകളിലാണ് കൂടുതൽ നിങ്ങളുടെ ഷൂട്ട് നടക്കാറെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഞങ്ങൾ ആരുടെയും ഒരു തൊഴിലിനൊന്നും മുടക്കം വരുത്താതെ തന്നെയാണ് ഞങ്ങൾ ഇതുപോലെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ പോകും. അതിന് വേണ്ട കോസ്റ്റ്യൂംസ് ഒക്കെ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് പോയിട്ടാണ് ഇതിലെടുക്കാറ്. ഇതിലിപ്പോൾ നമ്മൾ 2 വർഷമുണ്ട്. ഇപ്പോൾ ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇത് ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പായിട്ട് ചിലപ്പോൾ പുരുഷന്മാരും ചിലപ്പോൾ തെറ്റുകളിലേക്ക് പോയേക്കാം. അപ്പൊ അതും നമുക്ക് എല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് നമുക്ക് സംഭവിക്കുമ്പോൾ അത് ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കണം. അതാണ് പറയാനുള്ളത്. അത് റീൽ ഇട്ടുകൊണ്ടല്ല പ്രതികരിക്കേണ്ടെന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക്? തീർച്ചയായിട്ടും അതൊരിക്കലും റീൽ എടുത്തുകൊണ്ടല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ബസ്സിലെ കണ്ടക്ടറോടോ അല്ലെങ്കിൽ ഡ്രൈവറോടോ പറയാം. അതല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. ഇനി വീഡിയോ എടുത്താൽ തന്നെ അത് സ്റ്റേഷനിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് അതിന് മുന്നോട്ട്. സോഷ്യൽ മീഡിയ അല്ല നീതിപീഠം. തീർച്ചയായിട്ടും അല്ല, ഒരിക്കലും അല്ല. അതാണ് താങ്കൾ ഇതിലേക്ക് ഒരു സന്ദേശം നൽകുന്നത്? തീർച്ചയായിട്ടും അതിനാണ് സന്ദേശം കൊടുക്കാനുള്ളത്. കാരണം ഇത് പിന്നെ ഇപ്പൊ രണ്ടാമത്തെ ആണല്ലോ ഇപ്പോൾ ഈ ഒരു മാസം തന്നെ 2ാമത്തെ പ്രശ്നമാണ് ഈ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റീൽ വിഷയം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടന്റ് വന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഒരു പുരുഷന് ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വന്നത്. അന്നേരം ഇത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും ഇത് പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ഈ റീല് ക്രിയേറ്റ് ചെയ്തു.
ഏകദേശം ഒറിജിനൽ റിയൽ കൂടുതൽ കുറെ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഒറിജിനലായിട്ട് നടന്ന സംഭവമാണെന്നാണ് കൂടുതൽ ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. ഒരിക്കലുമല്ല. സത്യത്തിൽ അത് നിർത്തിയിട്ട ബസ്സാണ്. അത് നിങ്ങൾക്ക് പിന്നെ ആർക്കും അത് അറിയത്തില്ല. കാരണം നിർത്തിയിട്ട ബസ് എന്നാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ ആളുകൾ ഇതിൽ കൂടാതെ ഒരാളും എക്സ്ട്രാ ഉണ്ടായിരുന്നു. ബസ്സിലത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിർത്തി. അത് എടുക്കുന്ന ക്യാമറ ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ടൊക്കെ, പിന്നെ അതുപോലെ തന്നെ വോയിസ്, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒരു വാഹനത്തിൽ പോകുന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ ഗ്യാങ്ങിന്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ജേഫർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ കുറെ ഞാൻ താങ്കളുടെ വീഡിയോ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ കണ്ടന്റുകളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? അല്ല, ഞങ്ങള് കണ്ടന്റ് സാധാരണ ഇവര് പിന്നെ സാധാരണഗതിയിൽ ചെറിയ ചെറിയ കോമഡി ഹാസ്യരൂപേണ അവതരിപ്പിക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലുമൊക്കെ ചെറിയ കോപ്പിയടി രീതിയിലാണ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ കോപ്പി അടിക്കുന്നത്, നമുക്ക് കോപ്പി അടിക്കാണ്ട് സ്വയം സൃഷ്ടി ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് നമുക്ക് ഒരു വിജയം കൈവരിക്കുക എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഞങ്ങൾ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകൾ, അതുപോലെ തന്നെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്ന സമൂഹത്തിലേക്ക് മെസ്സേജ് ആയിട്ട് നൽകേണ്ടത്, അങ്ങനത്തെ ഒരുപാട് കണ്ടന്റ് പിന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു സമകാലിക പരിപാടി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളത് കൂട്ടായ്മയോടെ ഇരുന്ന് ചർച്ച ചെയ്ത് ചിലപ്പോൾ അടുത്ത ദിവസം അതേമാതിരി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ റീൽസുകാരെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഇനിയും ആളുകളുണ്ട്, ഇതിലുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞങ്ങളുടെ എല്ലാവരും കൂടിയായ തീരുമാനമാണ് ഇതിന്റെ കാര്യം. എന്തായാലും കൂടുതൽ രസകരമായ വീഡിയോ സമൂഹത്തിൽ എത്തിക്കാൻ ഈ റീൽ ഗ്യാങ്ങിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. അർഷാദ്.